ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് RRBയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത്. എന്ന് കരുതി നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങൾ ഇന്നത് ചൂസ് ചെയ്യണമെന്നൊന്നും പറയാനുള്ള ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് സോൺ വൈസ് വേക്കൻസിയുടെ അനാലിസിസ് ആണ്. എന്ന് പറയുമ്പോൾ മുഴുവൻ സോണുകളും മുഴുവൻ RRB ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ മലയാളികളെയാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പം മലയാളികളിൽ അടുത്തുള്ള പ്രദേശങ്ങൾ പ്രിഫർ ചെയ്യുന്നവരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. മലയാളികൾക്ക് വേണമെങ്കിൽ മറ്റ് വേക്കൻസികൾ നോക്കിയും പോവാം. അവർക്ക് വേണ്ടി നമ്മൾ മറ്റൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇന്ന് പ്രധാനമായിട്ടും RRBയിൽ നമ്മുടെ കേരളത്തിനടുത്ത്, അതായത് മാക്സിമം മുംബൈ വരെയുള്ള ദൂരത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എന്ന് ഞാൻ ആദ്യം പറയട്ടെ. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് അടുത്തുള്ള സോണുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ എത്രത്തോളം വേക്കൻസികളുണ്ട്, ഓരോ സ്ട്രീമിന്, ഇലക്ട്രിക്കലിന്, സിവിലിന്, കമ്പ്യൂട്ടർ ബേസിക്, ഇങ്ങനെ ഓരോരുത്തർക്ക് ഏതൊക്കെ വേക്കൻസികൾ അപ്ലൈ ചെയ്യാം എന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. നമുക്ക് പൊതുവെ ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ആകെ മൊത്തം വേക്കൻസി മാത്രമേ അതിലുള്ളൂ. അപ്പോൾ നമുക്കത് ആ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് സോൺ, എന്താണ് RRB എന്നുള്ളതാണ്. ഈ സോണുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിയമനവുമായിട്ട് വലിയ ബന്ധമില്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, സോണുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ റെയിൽവേയുടെ ഒരു സ്മൂത്തായ ഭരണം നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ ഏറ്റവും ഹയസ്റ്റ് യൂണിറ്റ് ആണ് സോൺ. സോണിന് ശേഷം ഡിവിഷനുകളുണ്ട്. അങ്ങനെ പല പല ഡിവിഷനുണ്ട്. കേരളത്തിൽ 2 ഡിവിഷൻ ഉണ്ട്, ഒന്ന് പാലക്കാട് ഡിവിഷനും ഒന്ന് തിരുവനന്തപുരം ഡിവിഷനും. ഇത് രണ്ടും ഏതിന്റെ ഭാഗമാണ്? ഇത് സൗത്ത് സോണിന്റെ ഭാഗമാണ്. അപ്പം അതുപോലെ തന്നെ RRB എന്ന് പറയുമ്പം ഈ സോണിലേക്ക് അല്ലെങ്കിൽ ഈ സോണുകളിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള സംവിധാനമാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ അറിവിൽ 2 സോണുകളുണ്ട്. ഒന്ന് ചെന്നൈ സോണുണ്ട്, ഒന്ന് ട്രിവാൻഡ്രം സോൺ ഉണ്ട്. ഇത് രണ്ടും ചെന്നൈ RRB ഉണ്ട്, ട്രിവാൻഡ്രം RRB ഉണ്ട്. ഇത് രണ്ടും സൗത്ത് സോണിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ തിരുവനന്തപുരം RRBയിൽ അപ്ലൈ ചെയ്താലും നിങ്ങളെ നിയമിക്കുന്നത് സൗത്ത് സോണിലായിരിക്കും. നിങ്ങൾ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി ചിലപ്പോൾ നിങ്ങളെ നിയമിക്കുന്നത് എവിടെയായിരിക്കും? നിങ്ങളെ ചെന്നൈയിലായിരിക്കും. മനസ്സിലായോ? അതായത് ഈ റെയിൽവേക്ക് വേണ്ടി നിയമനം നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. സോ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് മനസ്സിലായി. അതായത് ഒന്ന് കൃത്യമായിട്ടുള്ളൊരു ഭരണ സംവിധാനമാണ്, മറ്റൊന്ന് ഈ ഒരു വിങ്ങിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ്. അതായത് റെയിൽവേയിലെ ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരെയും UPSC നിയമിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരെയും സ്വയം റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് റെയിൽവേ. അതിനുവേണ്ടിയുള്ളൊരു സംവിധാനമാണ് നമ്മുടെ RRB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ RRBകളിൽ നിങ്ങൾ എവിടെയാണ് നിയമിതരാകുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അപ്പം മുംബൈ എന്ന് പറയുന്ന ഒരു RRB എടുത്തു കഴിഞ്ഞാൽ അത് 3 സോണുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മുംബൈ RRB റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം, ചെന്നൈ എടുത്തു കഴിഞ്ഞാൽ സൗത്ത് സോണിലേക്കാണ്. ഇനിയും നമ്മൾ ബാംഗ്ലൂർ വെക്കുകയാണെങ്കിലോ സൗത്ത് വെസ്റ്റിലോട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം നമുക്ക് ഇനി വേക്കൻസികളിലേക്ക് കടക്കാം. വലിയ വീഡിയോ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഇനിയും നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, നമ്മൾ മലയാളികളാണ്, നമ്മുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മൾ RRB തിരുവനന്തപുരമാണ് നോക്കാൻ പോകുന്നത്. അതായത് എഞ്ചിനീയറിംഗ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം RRB നടത്തുന്ന എക്സാമുകളിൽ എത്ര വേക്കൻസി ഉണ്ട്? RRB ടോട്ടലായിട്ട് തിരുവനന്തപുരത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ 121 വേക്കൻസിയാണ്. ഈ 121 സിവിൽ എഞ്ചിനീയറിംഗ് 50 ആണ്. ഇനിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 26 ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് 32 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എത്രയാണ്? 13 ആണ്. ഈ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പലതിലും IT-കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു ഇതെടുത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ഷനിലും IT മേഖലയിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ചില തസ്തികകൾ അതിനകത്തുണ്ട്. നോട്ടിഫിക്കേഷൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് വായിക്കാമെങ്കിൽ അത് മനസ്സിലാവും. ഇനിയും RRB ചെന്നൈയും സൗത്ത് സോണിലേക്ക് തന്നെ ഉള്ളതാണ്. RRB ചെന്നൈയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ടോട്ടൽ വേക്കൻസി 652 ആണ്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ വേക്കൻസി 173 വേക്കൻസിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ 273 ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 180 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 40 ആണ്. DMS എല്ലാവർക്കും ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ BTechോ BEയോ ഏതെങ്കിലും ഉള്ളവരായിരിക്കണം. അവർക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് DMS. അപ്പൊ DMSന്റെ 16 വേക്കൻസി ഉണ്ട്. ഈ 16 വേക്കൻസി ചെന്നൈയിലുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എന്തില്ല? 0 ആണ്. ഇവിടെ 0 ആണ്. അതുകൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്യാഞ്ഞത്. ഇനി RRB ചെന്നൈ കണ്ടു കഴിഞ്ഞു. നമ്മൾ RRB ചെന്നൈക്ക് ശേഷം അടുത്തത് പോകാൻ പോകുന്നത്
RRB ബാംഗ്ലൂരുമാണ്. കാരണം മലയാളികൾ പിന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു സോണായിരിക്കും, ഒരു പ്രദേശമാണല്ലോ നമ്മുടെ RRB എന്ന രീതിയിൽ ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ അവിടെ മൊത്തം വേക്കൻസി 397 മനസ്സിലായില്ലേ? മൊത്തം വേക്കൻസി എന്ന് പറഞ്ഞാൽ 397. അതിൽ സിവിൽ എഞ്ചിനീയർമാരുടെ വേക്കൻസി 227, അതായത് 227. നമ്മൾ ചെന്നൈയിൽ എത്രയാണ് കണ്ടത്? 173 കണ്ടത്. ഇവിടെ എത്രയാണ്? 227. ഇവിടെ സിവിൽ എഞ്ചിനീയർമാരുടെ വേക്കൻസി. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ 85 പേരാണ്. ചെന്നൈയിലോ 273 ആണ്. ഇനിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്ട്രീമിലേക്ക് മാറുമ്പോഴോ അത് 59 പേരാണ്. ഇനിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 13 പേരാണ്. DMSൽ 13. ഇതാണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി നമ്മളിവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വേക്കൻസിയുടെ നിലവാരം കാണുന്നത്. അതായത് ബാംഗ്ലൂരിന്റെ സ്ട്രാറ്റജിയാണ്. അപ്പം നിങ്ങളുടെ സ്ട്രീം അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ ഏത് സോൺ വേണമെന്ന് ഏത് RRB വേണമെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ? സിവിലും മെക്കാനിക്കലും തന്നെ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ആ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതൊക്കെ നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ അതിലൊന്നും അഡ്വൈസും തരുന്നില്ല. ഇനി അടുത്തത് സെക്കൻഡറാബാദ് ആണ്. സെക്കൻഡറാബാദിലേക്ക് എത്തുമ്പോൾ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ വേക്കൻസി 387 മാറുകയാണ്. ഇപ്പൊ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇതാണ് അല്ലെ? ഇപ്പൊ നമ്മൾ കണ്ട 3 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിവിൽ വരുന്നത് സിവിലിൽ ഇവിടെയാണ്, സെക്കൻഡറാബാദാണ്. ഇനി മെക്കാനിക്കലേക്ക് വരുമ്പോൾ 33 മാത്രമേ ഉള്ളൂ. ഇനിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ കേസ് വരുമ്പോൾ 108 വേക്കൻസി വരുന്നുണ്ട്. ഇനിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 43, DMS 13. മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ ഒരു നിലവിലെ വേക്കൻസി നില. ഇവിടുത്തെ സെക്കൻഡറാബാദിന്റെ നിലവ അങ്ങനെയാണ്. ടോട്ടൽ വേക്കൻസി 590 വരുന്നത്. ടോട്ടൽ വേക്കൻസി 590 ഇവിടെ വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മുംബൈ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്നത് മുംബൈയാണ്. സ്വാഭാവികമാണ്. ഏതാണ്ട് 3 സോണിലേക്ക് അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1377. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്ന RRBകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി നിലവിൽ നമ്മൾ കാണുന്നത് മുംബൈയിലാണ്. 1377. സിവിൽ മാത്രം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 548. ഈ സിവിൽ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ എന്നുള്ള തസ്തികയിലല്ല റെയിൽവേ വിളിച്ചിരിക്കുന്നത്. 3-5 തസ്തികകളിലായിട്ട് പല നമ്പേഴ്സ് ഉണ്ട്. 88, 16, 5, 4, 3 എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതാണ്. ആ പോസ്റ്റിലൊക്കെ ആർക്ക് അപ്ലൈ ചെയ്യാം? സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നതുകൊണ്ട് ഇതിന്റെ ഒരു ടോട്ടൽ നമ്പറാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് സിവിൽ സ്ട്രീമിലുള്ളവർക്ക് മുഴുവൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ പോസ്റ്റുകളുടെ എണ്ണം എടുത്തിട്ട് പറയുന്നതാണ്. എത്രയാണ്? 548. ഇനിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആ മേഖലയിലുള്ളവർക്ക് 265 പോസ്റ്റാണുള്ളത്. ഇനിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 340. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 97. DMS നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ നമ്പറാണ്. ഇവിടെ 127 വേക്കൻസിയാണ് മുംബൈ ഫിൽ ആവുന്നത്. മനസ്സിലായല്ലോ? 127 വേക്കൻസീസ് ആണ് DMSന്റെ മാത്രമുള്ള വേക്കൻസി. ഇതെന്താണ്? ഇത് നമ്മുടെ നിലവിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ പറയുന്നതാണ്. ചിലപ്പോൾ ഈ നമ്പർ കൂടിയേക്കാം. റെയിൽവേ ഈ അടുത്തതൊക്കെ പല വേക്കൻസികളും എന്ത് ചെയ്തു? റിവൈസ് ചെയ്ത് ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സാധനം നിങ്ങളുടെ ജസ്റ്റ് ഒരു മെമ്മറിയിൽ വെക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഒന്ന് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ ഏത് RRB വേണമെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. മനസ്സിലായില്ലോ? നിങ്ങൾക്കെല്ലാം പ്രായോഗിക ബുദ്ധിയുള്ള നല്ല ഉയർന്ന ചിന്താശേഷിയുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടാവും. നിങ്ങൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഡിസിഷൻ എടുക്കുക. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു മേഖലയിലേക്കാണ് വരുന്നത്. മറ്റൊന്നുമല്ലത് RRB ചെയ്യുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നമ്മൾ ബിഗ് ലേണിംഗ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ബിഗ് ലേണിംഗ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ RRB ചെയ്യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ ഇത്രയും സ്ട്രീമുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? JEEയുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ക്ലാസ്സുകൾ തന്നെയായിരിക്കും. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ഇത് ലൈവ് പ്ലസ് റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ്. കൃത്യമായിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ്. ഈ ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. മോക്ക് ടെസ്റ്റുകളുടെ ഒരു വലിയ മൊഡ്യൂൾ അടങ്ങുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളുടെ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്കിലി എക്സാം ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും എക്സാം ഉണ്ടായിരിക്കും. ക്ലാസ് ബേസ്ഡ് എക്സാമുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഒരു എക്സാമുകൾ അടങ്ങുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ക്ലാസ് ബേസ്ഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് ഈ ട്രെയിനിങ് തരുന്നത് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ അങ്ങനെ ഒരു പീരീഡിലല്ല. നിങ്ങൾ ഈ കോഴ്സ് എടുത്താൽ എന്നാണോ നിങ്ങൾക്ക് ഈ പരീക്ഷ, ആ എക്സാം വരെ നമ്മൾ ഈ കോച്ചിങ് തരും. കാരണം വെറുതെ തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരെ പരീക്ഷയുണ്ടോ ആ പരീക്ഷയ്ക്ക് പോകുന്നത് വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിന്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് ഓർക്കുക. അപ്പം അതുവരെയാണ് നമ്മൾ ഈ കോഴ്സ് നൽകുന്നത്. ഇനിയും
ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷ എഴുതണമെങ്കിൽ നമുക്ക് ഏതൊരു പരീക്ഷ ക്രാക്ക് ചെയ്യണം നമ്മളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ചും ആരായിരിക്കണം? ഈ ഇത്തരം പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങളെ മെന്റർഷിപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് എഴുതാൻ അഡ്വൈസ് തരാനും ഒക്കെ ആയിട്ട് ഇതിൽ തന്നെ റാങ്ക് ജേതാക്കളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇതിനു മുമ്പ് JEE റാങ്ക് പരീക്ഷ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ധാരാളം സ്റ്റുഡൻസും നമ്മുടെ മെന്റേഴ്സും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എഴുതാൻ അഡ്വൈസ് തരും. എങ്ങനെ നിങ്ങൾക്ക് റാങ്ക് മേക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നിങ്ങൾ റാങ്ക് ജേതാക്കളായിട്ട് മാറേണ്ടതൊക്കെ ഉള്ളൊരു ഗൈഡൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പം മറക്കണ്ട, ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറെടുക്കുക. ആ സ്മാർട്ടായിട്ട് തയ്യാറാക്കാൻ കേരളത്തിലെ ഏറ്റവും സ്മാർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പം സഹകരിക്കുക. അതിന്റെ ഫലം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.